ആർണോൾഡ് ജെ ടോയൻബി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനായ ഒരു ചരിത്രകാരനാണ് ആർണോൾഡ് ടോയൻബി. ലോക സംസ്കാരങ്ങളെക്കുറിച്ച് വളരെ വിപുലമായിട്ട് പഠനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ലോകത്തിലെ പുരാതനവും ആധുനികവുമായിട്ടുള്ള സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത്, ഈ സംസ്കാരങ്ങൾ അങ്ങനെ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഈ ലോക സംസ്കാരങ്ങൾ തകർന്നത് പുറമേ നിന്നുള്ള ആക്രമണത്തിലൂടെയല്ല, മറിച്ച് ലോക സംസ്കാരങ്ങളിൽ ഭൂരിഭാഗവും തകർന്നത് അവയ്ക്ക് അകത്ത് സംഭവിച്ച ധാർമ്മിക അധപ്പതനത്തിലൂടെ അല്ലെങ്കിൽ ജീർണതയിലൂടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാബിലോൺ, പേർഷ്യ, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളൊക്കെ അടക്കം ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 21 സംസ്കാരങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ 21 സംസ്കാരങ്ങളിൽ 19 എണ്ണവും തകർന്നത് ജീർണതയിലൂടെയാണ്, അകത്ത് സംഭവിച്ച ജീർണതയിലൂടെയാണ്, പുറമേ നിന്നുള്ള ആക്രമണത്തിലൂടെ അല്ല. ഈ ഒരു കാര്യം, ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് ലോക സംസ്കാരങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ഇത് വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ സഭയിലുമൊക്കെ ഇത് ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ വാസ്തവമായിരിക്കുന്ന ഒരു കാര്യമാണ്. സഭാ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാകുന്ന കാര്യം, ദൈവസഭയ്ക്ക് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ വാസ്തവത്തിൽ സഭ തകരുകയല്ല ചെയ്തത്, സഭ കൂടുതൽ ശക്തിപ്പെടുകയും സഭ വളരുകയുമാണ് ചെയ്തത്. എന്നാൽ സഭയ്ക്ക് തളർച്ച സംഭവിച്ചത്, അല്ലെങ്കിൽ പ്രാദേശിക സഭകൾ നശിച്ചു പോയതിൻ്റെ കാരണം അത് പുറമേ നിന്നുള്ള ആക്രമണമല്ല, ഒരിക്കലും അകത്ത് സംഭവിച്ച ധാർമ്മികമായിട്ടുള്ള ജീർണതയാണ് അതിന് കാരണം എന്നത് ഒരു വസ്തുത തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വളരെയധികം അധാർമികതയും ദുഷ്ടതയും അശുദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ലോകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ വ്യത്യസ്തരായിട്ട് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ വിശ്വാസികൾ. എന്താണ് ഈ വ്യത്യസ്തത? ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കണം, അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ വ്യത്യസ്തത? ആ വ്യത്യസ്തതയ്ക്ക് പറയുന്ന പേരാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ക്രിസ്തീയ മാർഗത്തെ മറ്റു മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന കാരണം എന്താണ് എന്നറിയാമോ? ക്രിസ്തീയ മാർഗം ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാർഗമാണ്. ലോകത്തിൽ ഒത്തിരി മതങ്ങളുണ്ട്, ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്. ലളിത ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മതങ്ങളൊക്കെയുണ്ട്. വളരെ ജീവിത ലാളിത്യത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പുണ്യകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ എല്ലാം ത്യജിച്ച് ഒരു പരിത്യാഗ ജീവിതം നയിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. സന്യാസമൊക്കെ അങ്ങനെ വരുന്നതാണ്. വ്രതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ലോകത്തിൽ ഒരേ ഒരു മതമല്ല, മാർഗമാണ് എന്ന് പറയും. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരേ ഒരു മാർഗം അത് ക്രിസ്തീയ ജീവിതമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ പ്രായോഗിക ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ ഈ സെഷനിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടൊക്കെ സമയമെടുക്കാം. നമ്മുടെ ജീവിത രൂപാന്തരം എന്ന ഒരു കാര്യം, അതിൻ്റെ അകത്ത് സബ്ബായിട്ട് വരുന്ന കാര്യമാണ് ജീവിത വിശുദ്ധി. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കേണ്ട അനേക മേഖലകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം, വിശുദ്ധിയിൽ നമ്മൾ വളരുന്നവർ ആകണം. അപ്പോൾ ഈ വിഷയം നമ്മളുടെ പഠനത്തിനും ചിന്തയുടെയും എളുപ്പത്തിനും വേണ്ടിയിട്ട് ഞാനതിനെ 3 ആയിട്ട് അങ്ങ് തിരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3 ചോദ്യങ്ങൾ. കഴിഞ്ഞ സെഷനിൽ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ കേട്ടു. അങ്ങനെയുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിനെ അങ്ങ് ഔട്ട്ലൈൻ ചെയ്ത് അങ്ങനെയാണ്. വിശുദ്ധി, ജീവിത വിശുദ്ധി, എന്തുകൊണ്ട്, എങ്ങനെ, അങ്ങനെ 3 ആയിട്ട് തിരിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിത വിശുദ്ധി അല്ലെങ്കിൽ ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം? എന്താണ് വിശുദ്ധി? രണ്ടാമത്, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരായിരിക്കേണ്ടത് അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്? അതിനുള്ള ചില കാരണങ്ങൾ. മൂന്നാമത്, പ്രായോഗികമായിട്ട് നമുക്കിത് എങ്ങനെയാണ് സാധ്യമാകുന്നത്?
നമ്മളൊരു തിയറി എന്ന നിലയിൽ ഇങ്ങനെ വിശുദ്ധിയെക്കുറിച്ച് പഠിച്ചു പോകുന്നതിൽ കാര്യമല്ലല്ലോ. നമ്മളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. അപ്പോൾ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ മൂന്നായിട്ട് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാം. ആദ്യമേ, എന്താണ് വിശുദ്ധി? എന്താണ് വിശുദ്ധി? വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ മതങ്ങളിലൊക്കെ പല പല കാഴ്ചപ്പാടുകളുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള പല ധാരണകളുണ്ട്. ചില ആളുകൾ ചിന്തിക്കുന്നത് വെള്ള വസ്ത്രം ധരിച്ചാൽ അത് വിശുദ്ധിയുടെ ലക്ഷണമാണ് എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വളരെ ഭക്തി പുരസ്സരം നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വിശുദ്ധിയുടെ ലക്ഷണമായിട്ട് ആളുകൾ കാണും. വേറെ ചില ആളുകളൊക്കെ എന്നാന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ നിന്നൊക്കെ അങ്ങനെ വേർപെട്ട് എവിടെയെങ്കിലും മലകളിലൊക്കെ പോയി, പണ്ട് തപസ് ചെയ്യുന്ന സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടല്ലോ, ആശ്രമങ്ങളിലൊക്കെ അങ്ങനെ പോയി ലോകത്തോട് വേർവിട്ട് ജീവിക്കുന്നത് അതൊരു വിശുദ്ധ ജീവിതമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള വിശുദ്ധി എന്ന് മനസ്സിലാക്കുവാനായിട്ട് അധികം പ്രയാസമൊന്നുമില്ല. വിശുദ്ധി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഞാനൊന്ന് പറയാം. ബൈബിള് പുതിയ നിയമമൊക്കെ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹാഗിയോസ് എന്നൊരു വാക്കാണ്. ഹാഗിയോസ്. അപ്പോൾ ഈ ഹാഗിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വേർതിരിക്കപ്പെട്ടത് അല്ലെങ്കിൽ വ്യത്യസ്തമായത് എന്നുള്ള ഒരു അർത്ഥമാണ് ഈ ഹാഗിയോസ് എന്ന വാക്കിന്. ഇംഗ്ലീഷിൽ പറയും സെറ്റ് അപ്പാർട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്നൊക്കെ അതിൻ്റെ അർത്ഥമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവം വിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, ദൈവം വിശുദ്ധനാണ്. ദൈവം സകല സൃഷ്ടികളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനാണ്, വ്യതിരിക്തനാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പം ദൈവം വിശുദ്ധിയിൽ സമ്പൂർണ്ണനാണ്, നിർമ്മലനാണ്. ദൈവത്തിൻ്റെ ഔന്നത്യവും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പരിശുദ്ധിയും ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയുമൊക്കെ അതിലടങ്ങിയിരിക്കുന്ന കാര്യമാണ്. ദൈവം വിശുദ്ധനാണ്. ബാക്കി സകല സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായ, വ്യതിരിക്തനായ, ഉയർന്നിരിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യത്യസ്തമായ അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട എന്ന ആശയം അവിടെയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, ദൈവത്തിന് വേണ്ടി ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം. അങ്ങനെ ഒരു ആശയം, അതാണ് നമ്മളുടെ വിശുദ്ധിയെക്കുറിച്ച് പറയും. അപ്പോൾ അതിന് രണ്ട് വശമുണ്ടെന്നാണ് പറയുന്നത്. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, സെപ്പറേഷൻ ടു ഗോഡ് ആൻഡ് ഹിസ് സർവീസ്. രണ്ടാമത് പറയും, പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും വേർതിരിക്കപ്പെട്ട, സെപ്പറേഷൻ ഫ്രം സിൻ ആൻഡ് ഡിഫൈൽമെൻറ്റ്. ഇങ്ങനെ രണ്ട് വശങ്ങളാണ് വിശുദ്ധിക്ക് ഉള്ളത്, നമ്മുടെ വിശുദ്ധിക്കുള്ളത്. ഒന്ന്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. രണ്ട്, പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ സകല മലിനതകളിൽ നിന്നും വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ വേർപെട്ട് ജീവിക്കുവാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ മുഖ്യമായിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ അത് മാത്രമല്ല, വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഞാനതിനെക്കുറിച്ച് വായിക്കുകയൊക്കെ ചെയ്തപ്പം പല ദൈവദാസന്മാരും സൂചിപ്പിച്ച ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് ക്രിയാത്മകമായ ഒരു വശം കൂടെ ഉണ്ട്, നമുക്ക് അവഗണിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധി എന്ന് പറഞ്ഞാൽ കേവലം തെറ്റിനെയും അശുദ്ധിയെയും ഒഴിവാക്കുന്നത് മാത്രമല്ല, അതായത് യാതൊരു തെറ്റും ചെയ്യാതെ, യാതൊരു അശുദ്ധി ഇല്ലാണ്ട് അങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ആശയം മാത്രമല്ല, ശരിയായത് നല്ലതുമായ കാര്യങ്ങളെ പിന്തുടരുക എന്നുള്ളൊരാശയം കൂടെ ഈ വിശുദ്ധിക്ക് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്, അതിനെ ഒഴിവാക്കുന്നു. അത് മാത്രമല്ല, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. എന്താണോ ശരിയായത്, എന്താണോ കൂടുതൽ ശ്രേഷ്ഠമായത്, ഉന്നതമായത്, നല്ലതായത്, അതിനെ പിന്തുടരുന്നതും കൂടെ വിശുദ്ധിയുടെ ഭാഗമാണ്. A.W. ടോസർ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള, പ്രസംഗിച്ചിട്ടൊക്കെ ഉള്ളൊരു ദൈവദാസനാണ്. അദ്ദേഹം പറയുന്നത്, ഈ ഒരു ആശയം അദ്ദേഹം മുഖ്യമായിട്ടും പറയുന്നുണ്ട്. എന്താണ്? വിശുദ്ധിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഒത്തിരി ഗുണങ്ങൾ അതിനോട് ചേർന്ന് പോകുന്നുണ്ട്. ദൈവം വിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം, ദൈവം ഉന്നതനാണ്, അല്ലേ? ദൈവത്തിൻ്റെ ഔന്നിത്യം, ദൈവത്തിൻ്റെ മഹത്വം, തേജസ്, ദൈവത്തിൻ്റെ നിർമ്മലത, അതെല്ലാം ഉണ്ട്. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ദൈവം സ്നേഹമാണ്, ദൈവം നീതിമാനാണ്, ദൈവം ദയയുള്ളവനാണ്, ദൈവം കരുണയും മനസ്സലുമുള്ള ദൈവമാണ്. അത് ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. മനുഷ്യരുടെ വിശുദ്ധിയെക്കുറിച്ചും പറയുമ്പോഴും അതും അങ്ങനെയാണ്. ഒരു തെറ്റും ചെയ്യാതെ എവിടെയെങ്കിലും ഇങ്ങനെ മലയിൽ പോയിട്ട് തപസ്സരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള ആശയം മാത്രമല്ല,
അതിലുപരിയായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. സ്നേഹവും ദയയും സത്യവും നീതിയും കരുണയും മനസ്സലവും ക്ഷമയും ഒക്കെയുള്ള ഒരു മനുഷ്യൻ. അപ്പോഴാണ് ഈ വിശുദ്ധി എന്ന് പറയുന്ന ആശയം പൂർണ്ണമാകുന്നത്. അപ്പോൾ വിശുദ്ധി എന്നതിൻ്റെ അർത്ഥം അതാണ്. അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ധർമ്മിഷ്ഠർ എന്താണ്? ഒരു ധർമ്മിഷ്ഠനും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതാണ് വ്യത്യാസം. ധർമ്മിഷ്ഠൻ, ഇംഗ്ലീഷിൽ പറയും മോറലിസ്റ്റ് എന്ന് പറയും. അപ്പം ഒരു പക്ഷേ വിശ്വാസികളായിരിക്കുന്ന നമ്മളെക്കാട്ടിലും ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ലോകത്തിലുണ്ടാകും. പക്ഷേ അവർ വിശുദ്ധരാണോ എന്ന് ചോദിച്ചാൽ ബൈബിളിൻ്റെ അർത്ഥത്തിൽ വിശുദ്ധരെന്ന് പറയാനായിട്ട് സാധിക്കില്ല. വ്യത്യാസമുണ്ട്. ദൈവം നമ്മളെ കേവലം ധർമ്മിഷ്ഠരാകാനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്, വിശുദ്ധരായിട്ട് ജീവിക്കുവാനായിട്ട് ആണ്. അപ്പോൾ വിശുദ്ധി എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ വിശുദ്ധ ജീവിതം ഇങ്ങനെ പ്രധാനപ്പെട്ടതായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിനെക്കുറിച്ചൊരു 2-3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ വിശുദ്ധ ജീവിതം നയിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പരമാവധി ശ്രമിക്കണോ, അങ്ങനെയൊന്നുമല്ല ദൈവജനം പറയുന്നത്. ഇതൊരു ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാ വിശ്വാസികളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ചില കാരണങ്ങൾ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. അതാണ്, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് വായിക്കുന്നത്: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ സ്വഭാവം, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നാണ് അതിൽ നിന്നുള്ളൊരു കൊട്ടേഷനാണ് പത്രോസോട് പറയുന്നത്. ലേവ്യ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. അങ്ങനെയാണ്. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട് ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലുമൊക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ദൈവം വിശുദ്ധനായ ഒരു ദൈവമാണ് പ്രിയമുള്ളവരെ. അതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, വ്യതിരക്തത. ലോകമതങ്ങൾക്കൊക്കെ ഒത്തിരി ദൈവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവരുടെയൊക്കെ ദൈവങ്ങളെക്കുറിച്ച്, ഈ ദൈവങ്ങളുടെയൊക്കെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും: ഈ പറഞ്ഞ കാര്യം ഇല്ല. പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തുന്നവനായ ദൈവം വിശുദ്ധനായിട്ടുള്ള ദൈവമാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ. ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ല. അത് കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളുടെ ദൈവം വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ്, സ്തുതികളിൽ ഭയങ്കരനാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. യേശയ്യാ പ്രവാചകൻ ദർശനത്തിൽ അങ്ങനെ കർത്താവിനെ കണ്ടു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ അങ്ങനെ കർത്താവ് ഇരിക്കുന്നത് കണ്ടു. ആ ദർശനം വായിച്ചിട്ടുണ്ടല്ലോ യേശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ. എന്നിട്ട് എന്താണ്? സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ സ്വർഗീയ ജീവികളാണ്, ദൂതന്മാരാണ് സറാഫുകൾ. എന്താണ് സറാഫുകൾ? ഈ സറാഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജ്വലിക്കുന്നവർ അല്ലെങ്കിൽ കത്തുന്നവർ എന്നാണ്. അപ്പോൾ ദർശനത്തിൽ ഏശയ്യാവ് ഈ ജീവികളെ എങ്ങനെ കണ്ടിട്ട്, സറാഫുകൾ എന്നുള്ളത് ഈ ദൂതന്മാരുടെ ഒരു പ്രത്യേക പേരാണോ എനിക്കറിയില്ല, അതോ ദർശനത്തിൽ താൻ അങ്ങനെ കണ്ടത് തീജ്വാല പോലെ ജ്വലിക്കുന്ന ജീവികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവയ്ക്ക് 6 ചിറകുണ്ട്, അതൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. എന്നിട്ട് അവയെന്താണ് പറയുന്നത്? ഒരു കാര്യമാണ് പറയുന്നത്: സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എന്താ അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്തിനാ 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? ചില ദൈവദാസന്മാരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് ദൈവിക ത്രിത്വത്തിനുള്ളൊരു സൂചനയാണ് അതെന്നാണ്. അതായത് ദൈവ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതാണ് ഒരു സൂചന, ത്രിത്വ സൂചനയാണെന്ന് പറയുന്നത്. ശരിയാണ്, അങ്ങനെ ഒരു സൂചന അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ
അതിൻ്റെ പ്രഥമമായിട്ടുള്ള മുഖ്യമായിട്ടുള്ള അർത്ഥം അതല്ല എന്ന് പറയുന്നത്. പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അവിടെ ഒരു എംഫസിസ് കൊടുക്കുകയാണ്. ചില കാര്യങ്ങളുടെയൊക്കെ പ്രാധാന്യം കാണിക്കാനായിട്ട്, അതായത് ഊന്നിപ്പറയുവാനായിട്ട് 2 പ്രാവശ്യമൊക്കെ പറയുന്ന രീതിയുണ്ട് ബൈബിളിൽ. ആവർത്തിച്ചങ്ങനെ പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തു ചില പ്രസ്താവനകളൊക്കെ പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ പറയും, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലേ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ആമേൻ ആമേൻ എന്ന് പറയുന്നത്? ഈ പറയാനായിട്ട് പോകുന്ന കാര്യത്തെ ഊന്നി പറയുകയാണ്. നമ്മൾ പറയും അണ്ടർലൈൻ ചെയ്യും, ഡബിൾ അണ്ടർലൈൻ ചെയ്യും. ഇവിടെ യേശയ്യാവ് എന്താണ്? ട്രിപ്പിൾ അണ്ടർലൈനാണ്. 3 പ്രാവശ്യം ഊന്നി പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പം അത് വെളിപ്പാട് പുസ്തകത്തിൽ അത് ആവർത്തിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും ഇങ്ങനെ ഈ പരിശുദ്ധൻ 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 എന്ന് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? നമ്മളുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട് നാം, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ജനം, കർത്താവിൻ്റെ ശിഷ്യന്മാർ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം തന്നെ നമ്മളുടെ വിശുദ്ധീകരണമാണ്. എന്തിനാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത്? അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ടാണ്. കർത്താവായ യേശുക്രിസ്തു വലിയൊരു വില കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്തത്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് കർത്താവ് കൊടുത്ത വില എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തമാണ്. അതായത് കർത്താവ് തൻ്റെ ജീവൻ നൽകിയിട്ടാണ് നമ്മളെ രക്ഷിച്ചത്. ഇങ്ങനെ കർത്താവ് ജീവൻ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്? പാവികളായിരുന്ന, ഒന്നിനും കൊള്ളാത്തവരായിട്ടുള്ള നമ്മളെ വീണ്ടെടുത്തത്. ദൈവത്തിന് അതിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ, ദൈവിക തിരഞ്ഞെടുപ്പാണ്. ദൈവം ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ ആരിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്? യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്തിനാണ്? ഒരൊറ്റ ലക്ഷ്യം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ലക്ഷ്യം, നമ്മുടെ രക്ഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ വിശുദ്ധീകരണമാണ്. അതിനെ എങ്ങനെയാണ് നമുക്ക് അവഗണിക്കാനായിട്ട് സാധിക്കുന്നത്? ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ദൈവം ഒരു കാര്യം ചെയ്തത് അത് നിവൃത്തിയാകണം. നമ്മൾ വിശുദ്ധിയുള്ളവരായാലല്ലേ ദൈവത്തിൻ്റെ ഈ ഉദ്ദേശം നിവൃത്തിയാകുള്ളൂ, അല്ലേ? എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു, തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ചില വാക്യങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ദൈവം അശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണം? അവിടെ പറയുകയാണ്, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വിശുദ്ധീകരണത്തിലും മാനത്തിലും. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിലാണ്. അപ്പോൾ എന്താണ് അവിടെ താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ? ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ അതിനെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഈ പാത്രം എന്നതിൻ്റെ അർത്ഥം സംബന്ധിച്ച് എന്താണ് പാത്രം? ഒരു അർത്ഥമായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. വിശുദ്ധിയിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ശരീരമാണ്. ആ അർത്ഥത്തിൽ വേറെ വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ പാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനപാത്രം, അവമാനപാത്രം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാനത്തിലും സൂക്ഷിക്കണം. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്, ദൈവത്തിൻ്റെ ലക്ഷ്യമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ശരീരത്തെ മലിനമാക്കുവാനായിട്ട്, ശരീരത്തെ മലിനമാക്കുന്ന പാപങ്ങൾ ചെയ്യുവാനായിട്ട് വിശ്വാസിക്ക് അനുവാദമില്ല. രണ്ടാമതൊരർത്ഥമുണ്ട്. ഒരുപക്ഷെ അതിനായിരിക്കും കുറച്ചും കൂടെ പ്രമുഖമായിട്ടുള്ള ആശയമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പാത്രം എന്ന് പറയുന്നത് ജീവിത പങ്കാളിയാണ്. എങ്ങനെയാണ്? ദൈവം നിങ്ങളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചത്. അതുകൊണ്ട് ദൈവത്തെ അറിയാത്ത ജാതികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. പിന്നെ എങ്ങനെ വേണം? വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ, താൻ്റെ ജീവിത പങ്കാളിയെ നേടിക്കൊള്ളട്ടെ. വിവാഹത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഒരുപക്ഷെ മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അശുദ്ധി കടന്നു വരുന്നൊരു മേഖലയാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം അല്ലെങ്കിൽ ധാർമ്മിക തലം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ദൈവത്തെ അറിയാത്ത ജാതികൾ പല രീതികളിലൊക്കെ അവരുടെ പങ്കാളികളെ കണ്ടെത്തുമായിരിക്കും, പല രീതിയിലൊക്കെ വിവാഹങ്ങൾ കഴിയുമായിരിക്കും. പക്ഷേ ദൈവമക്കൾക്ക് അതിന് അനുവാദമില്ല. വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ
നിങ്ങളുടെ ശുദ്ധീകരണം. ഇത് ലേഖനങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ലേഖനങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കാണുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അതാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതാണ് പല വാക്യങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകും. ഇന്ന് സമൂഹം എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ധാർമ്മികതയൊക്കെ അങ്ങനെ വല്ലാണ്ട് പോയിരിക്കുന്ന, മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന ഒരു ലോകമാണ്. രാഷ്ട്രങ്ങൾ തന്നെ നിയമങ്ങൾക്ക് പോലും പല തെറ്റിനെയും ശരിയാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. തെറ്റ് എന്ന് തലമുറകളായിട്ട് വിശ്വസിച്ച് വന്നിരുന്ന ആളുകൾ കരുതിയിരുന്ന നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ തന്നെ തെറ്റായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റല്ല, ഇങ്ങനെ ചെയ്താൽ അത് ശരിയാണ്, അതിന് നിയമത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ദൈവത്തിന് വചനം പറയുകയാണ്, ആരും നിങ്ങളെ ചതിക്കരുത്. ആളുകൾ അങ്ങനെ പലതും പറയുമായിരിക്കും. പക്ഷേ ഈ വക നിമിത്തം ദൈവകോപം ആരുടെ മേൽ വരുന്നു? അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമാണ് കേട്ടോ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് കാലം മാറുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ വാക്ക് മാറ്റമൊന്നുമില്ല, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചത് എന്തിനാണ്? ഇത്ര വലിയൊരു വില കൊടുത്ത് നമ്മളുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കിയത് നമ്മളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം പ്രിയമുള്ളവരെ. മൂന്നാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ ജീവിതത്തിലെ അശുദ്ധിയും പാപവും എന്തിന് കാരണമാകുമെന്നറിയാമോ? ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട് കാരണമാകും. ദൈവത്തിൻ്റെ ജനം പാപം ചെയ്താൽ ആരുടെ പേരാണ് ദുഷിക്കപ്പെടുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ പേരാണ് ദുഷിക്കപ്പെടുന്നത്. ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുമ്പം അത് ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട്, ദൈവനാമത്തിന് അപമാനം വരുവാനായിട്ട് കാരണമാവുകയാണ്, അല്ലേ? ദൈവം ഓരോ കാലഘട്ടത്തിലും അറിയപ്പെടുന്നത് ആ കാലഘട്ടത്തിലുള്ള ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ പേരിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊരു ദേവദാസൻ പറഞ്ഞു ദൈവത്തിന് ഒരു സർനെയിം ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സർനെയിം ഇങ്ങനെ മാറും. ദൈവത്തിൻ്റെ ഒരു സർനെയിം ഉണ്ട്. സർനെയിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേരിൻ്റെ ശേഷം അപ്പൻ്റെ പേരൊക്കെ പറയാല്ലേ. എൻ്റെ പേര് തോമസ് വർഗീസ് എന്നാണ്, അപ്പൻ്റെ പേര് വർഗീസ് എന്നാണ്, തോമസ് വർഗീസ്. അതൊരു സർനെയിമാണ്. ദൈവത്തിനൊരു സർനെയിമുണ്ട്. എന്താണ് ഈ സർനെയിം? അബ്രഹാമിൻ്റെ ദൈവം, ഗോഡ് ഓഫ് എബ്രഹാം. ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച തൻ്റെ ചില മനുഷ്യരുണ്ട്. അവരുടെ പേരിനോട് ചേർത്ത് അറിയപ്പെടാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അതിൽ ലജ്ജയൊന്നുമില്ല. എബ്രായ ലേഖനം പറഞ്ഞു ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ദൈവം അറിയപ്പെടുന്നത്, ലോകത്തിൽ ആളുകൾ ദൈവത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ആരുടെ പേരിലാണ്? നമ്മുടെയൊക്കെ പേരിലാണ്. ഇന്നയാളുടെ ദൈവം, ഇന്നയാളുടെ ദൈവം. നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിൻ്റെ കൂട്ടുകാരെയൊക്കെ ആ തീകൂട്ടത്തിലിട്ടിട്ട് അവരതിനെ അതിജീവിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞേ? ഏത് ദൈവത്തെ വണങ്ങണമെന്നാണ് പറഞ്ഞേ? ഇവരുടെ ദൈവം. ഈ ദൈവത്തെ അല്ലാണ്ട് വേറെ ഏതിനേലും വണങ്ങിയാൽ അവനെ ശരിയായി കളയുന്ന നെബൂഖദ്നേസർ പറഞ്ഞേ. ദൈവം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇന്ന് ദൈവ മക്കൾ പാപം ചെയ്യുമ്പോൾ ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്, അല്ലേ? ദൈവത്തിൻ്റെ സുവിശേഷം നിന്ദിക്കപ്പെടുകയാണ്. ദൈവസഭ അപമാനിതയാകുകയാണ്. അത് വലിയ പ്രശ്നമാണ്. ദൈവത്തിൻ്റെ ദാസനായിരുന്ന ദാവീദ് അങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ലക്ഷ്യമായിട്ടുള്ള പാപത്തിന് ശേഷം ദാവീദിന് മാനസാന്തരമൊന്നുമില്ല. ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചു. നാഥാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദാവീദിന് പെട്ടെന്ന് പാവബോധമുണ്ടായി. ദാവീദ് പറഞ്ഞു ഞാൻ പാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അനുതപിച്ചു. സങ്കീർത്തനമൊക്കെ എഴുതി നമുക്കറിയാം. പക്ഷെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം എന്താണെന്ന് പറഞ്ഞു? എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്, നിൻ്റെ ഭവനത്തിന് മേലെ ന്യായവിധി വരാനായിട്ട് പോകുമെന്ന് പറയും. പാവമൊക്കെ ഞാൻ ക്ഷമിച്ചു, അതിൻ്റെ
അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺസിക്വൻസ്, അല്ലെങ്കിൽ നരകത്തിലേക്കൊന്നും പോകുന്നില്ല, നിന്റെ രക്ഷയൊന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷേ പരിണിത ഫലങ്ങളുണ്ട്. എന്താ കാരണം? നീ ഈ പാപം ചെയ്തതുകൊണ്ട് യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട്. ഇന്ന് വിശ്വാസികൾ പാപം ചെയ്യുമ്പം ദൈവത്തിൻ്റെ ശത്രുക്കൾ സന്തോഷിക്കുകയാണ്, അല്ലേ? ദൈവമക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപം സംഭവിക്കുമ്പോൾ, ഏതെങ്കിലും ദൈവമക്കൾ പാപത്തിൽ പിടിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവദാസന്മാരെ കുറിച്ച് അപവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാണ് സന്തോഷിക്കുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ ശത്രുക്കൾ, ദൈവസഭയുടെ ശത്രുക്കൾ, കർത്താവിൻ്റെ ശത്രുക്കൾ സന്തോഷിക്കുകയാണ്. അവരതിനെ ആഘോഷിക്കുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് ലോകം മുങ്ങി അറിയപ്പെടുന്ന ഒരു അപ്പോളജിസ്റ്റ്, അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് നിരീശ്വരവാദികളും ദൈവസഭയുടെ ശത്രുക്കളൊക്കെ ഒരു ആഘോഷമാക്കി എടുത്തു എന്നാണ് പറയുന്നത്. ഇതാണ് പറയുന്നത്, ഇത്രയൊക്കെ ഉള്ളൂ. ആളുകൾ പറയാണ് കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുകയാണ്, ദൈവസഭ അവമാനിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുവാനായിട്ടല്ല. നമ്മളുടെ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട് പാടില്ല. നമ്മളുടെ നിമിത്തം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പുസ്തകത്തിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ ഒരു പ്രസ്താവന എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞറിയോ, യേശു ക്രിസ്തു തൻ്റെ സ്നേഹിതന്മാരാൽ ആണ് ഏറ്റവും അധികം മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ക്രൈസ്റ്റ് ഹാസ് ബീൻ വൂണ്ടഡ് ബൈ ഹിസ് ഫ്രണ്ട്സ്. യേശുക്രിസ്തുവിനെ ഏറ്റവും അധികം മുറിപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ശത്രുക്കളല്ല, റോമാ പടയാളികളല്ല. സഭയുടെ ചരിത്രത്തിൽ യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്. സ്വന്തം സ്നേഹിതരാൽ മുറിവേൽപ്പിക്കപ്പെട്ടവനാണ്. വൂണ്ടഡ് ഇൻ ദ ഹൗസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ പാപം ചെയ്യുമ്പോൾ ആരാണ് മുറിവേൽക്കപ്പെടുന്നത്? യേശുക്രിസ്തു മുറിവേൽക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ സഭ അവമാനിക്കപ്പെടുകയാണ്, അല്ലേ? അവമാനിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം. വ്യക്തി ജീവിതത്തിൽ, സഭാതലത്തിൽ, കുടുംബത്തിലെല്ലാം നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ നിമിത്തം, എൻ്റെ കുടുംബം നിമിത്തം, ഞാൻ അംഗമായിരിക്കുന്ന സഭ നിമിത്തം ദൈവത്തിൻ്റെ കാര്യപരിപാടി, കർത്താവിൻ്റെ നിർമ്മലമായിട്ടുള്ള സുവിശേഷം ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ അവമതിക്കപ്പെടുവാനായിട്ട്, ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയാകരുത്. വിശ്വാസികൾ കള്ളത്തരം കാണിച്ചാൽ ഉടനെ അവർ ആരുടെ പേരാണ് പറയുന്നത്? വിശ്വാസികൾ വഞ്ചന കാണിച്ചാൽ, വിശ്വാസികൾ മദ്യപിച്ചാൽ, ഈ അവിശ്വാസികളൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഇത്രമാത്രം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെടുന്ന വേറൊരു കൂട്ടമില്ല എന്നാണ് പറയുന്നത്. സകല ആളുകളും നിരീക്ഷിക്കും. നമ്മൾ വിചാരിക്കും ചില ആളുകളെയൊക്കെ ഇങ്ങനെ NIA നോട്ടം വെച്ചിട്ടുണ്ട്, നിരീക്ഷണ വലയത്തിലാണെന്നൊക്കെ പറയും. ലോകത്തിൽ ഏറ്റവും അധികം നിരീക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വാസികളാണ്. ആരാ നിരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിശ്വാസികൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടോ, അവർ ചാടി പിടിക്കും. അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിൽ പാപം വന്നാൽ, വിശ്വാസികൾ ദുർനടപ്പിൽ ജീവിച്ചാൽ, ദ്രവ്യാഗ്രഹികളായാൽ, വഞ്ചിച്ചാൽ, മദ്യപിച്ചാൽ, നുണ പറഞ്ഞാൽ അത് ഉടനെ നോട്ട് ചെയ്യപ്പെടും. അവിടെയൊക്കെ ആരുടെ നാമമാണ് ദുഷിക്കപ്പെടുന്നത് ചോദിച്ചാൽ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുകയാണ്. സ്പർജൻ ഇങ്ങനെ പറഞ്ഞു, ഒരു സഭ ഇങ്ങനെ പാപം ചെയ്ത് അശുദ്ധമായി പോയ ഒരു സഭയെക്കുറിച്ച് സ്പർജൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അശുദ്ധമായൊരു സഭ, അതിനെക്കുറിച്ച് മനുഷ്യർക്ക് യാതൊരു മതിപ്പുമില്ല, ലോകത്തിനൊരു പ്രയോജനവുമില്ല. അതിൻ്റെ അവസ്ഥ ഏറ്റവും ലജ്ജാകരമാണ്. അത് നരകത്തിൻ്റെ ചിരിയും സ്വർഗത്തിൻ്റെ കരച്ചിലുമാണ് എന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. മലിനമായ ഒരു സഭയെക്കുറിച്ച് മനുഷ്യർക്ക് യാതൊരു മതിപ്പുമില്ല, ലോകത്തിന് ആ സഭയെ കൊണ്ടൊരു പ്രയോജനവുമില്ല. ഏറ്റവും ലജ്ജാകരമായിട്ടുള്ളൊരവസ്ഥയാണ് അത്. ഇറ്റ് ഈസ് ദ ലാഫ്റ്റർ ഓഫ് ദ ഹെൽ ആൻഡ് ദ വീപ്പിംഗ് ഓഫ് ഹെവൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നരകത്തിൻ്റെ ചിരിയും സ്വർഗത്തിൻ്റെ കണ്ണീരുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ഹൃദയത്തിൽ നിശ്ചയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം വിശ്വസിക്കുന്ന, നാം അനുഗമിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം വലിയൊരു വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിൻ്റെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. നമ്മൾ പാപം ചെയ്താൽ
നമ്മുടെ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടും. നമ്മളൊരു തീരുമാനം എടുക്കണം, ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിനെ മുറിവേൽപ്പിക്കില്ല. നമ്മൾ വലിയ കർത്തൃമേശയ്ക്കൊക്കെ എങ്ങനെ ഘോരഘോരം അങ്ങനെ ഷെയർ ചെയ്യുമ്പം പറയും, റോമൻ പട്ടാളികൾ അവനെ അടിച്ചു, നിന്ദിച്ചു, തുപ്പി, വഞ്ചിച്ചു, നമ്മുടെ കർത്താവ് അവരെ പരിഹസിച്ച് തീർന്ന ശേഷം എന്നൊക്കെ പറയും. നമ്മൾ ചിന്തിക്കാറുണ്ടോ, ഞാൻ എൻ്റെ കർത്താവിനെ മുറിവേൽപ്പിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും അവനെ വ്രണപ്പെടുത്താറുണ്ടോ? എൻ്റെ ജീവിതത്തിലെ തെറ്റ് നിമിത്തം, കൊള്ളരുതായ്ക നിമിത്തം അവിശ്വാസികൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ, അവൻ്റെ സഭയെ, അവൻ്റെ സുവിശേഷത്തെ നിന്ദിക്കാറുണ്ടോ? അത് ചെയ്യാനായിട്ട് പാടില്ല. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. ഞാനതിൻ്റെ മൂന്നാമത്തെ ആ ഹെഡിങ്ങിലേക്ക് വരികയാണ്. എങ്ങനെയാണ് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്? വിശുദ്ധ ജീവിതം എങ്ങനെ സാധ്യമാണ്? അതാണ് ഒരു 3-4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വീണ്ടും ജനനത്തിലാണ്. ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുകയാണ്, പാപത്തെക്കുറിച്ചൊക്കെ മനസ്സിലായി, പാപബോധം ഉണ്ടായി, ഇനിയിപ്പോൾ ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്തു, ഇനിയിപ്പോൾ ഞാൻ അങ്ങ് ശ്രമിക്കുകയാണ്. നടക്കില്ല. മനുഷ്യന് അവൻ്റെ സ്വന്തം ശക്തി കൊണ്ട്, സ്വയം നവീകരണത്തിലൂടെ സാധ്യമാകുന്ന കാര്യമല്ല വിശുദ്ധി എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീണ്ടും ജനിക്കണം, നമ്മൾ രക്ഷിക്കപ്പെടണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരണം. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട്, ആത്മാർത്ഥമായിട്ട് ദുഃഖിച്ചുകൊണ്ട്, പാപപരിഹാരകനായ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയും പാപങ്ങൾ അവനോട് ഏറ്റുപറഞ്ഞ് അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും ജനനം സംഭവിക്കുന്നത്. അതും അപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുവാനായിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. പാപത്തെക്കുറിച്ച് അനുതപിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരണം. നാം നമ്മെ തന്നെ എത്രമാത്രം നവീകരിക്കാൻ നോക്കിയാലും സാധിക്കില്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധി ലഭിക്കുന്നത്. ദൈവം അവനെ വിശുദ്ധീകരിക്കുക. വേദശാസ്ത്രത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, അത് പൊസിഷണലായിട്ടുള്ള ഒരു വിശുദ്ധീകരണമാണ്, സ്ഥാനീയമായിട്ട്. ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മളെല്ലാം വിശുദ്ധീകരിച്ചിരിക്കുക. ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, എന്താ അഭിസംബോധന ചെയ്യുന്നത്? വിശുദ്ധന്മാർന്ന് നമ്മളെ സംബോധന ചെയ്യുന്നത്. വിശുദ്ധന്മാർന്ന് എങ്ങനെ വിശുദ്ധന്മാർ സംബോധന? അത് സ്ഥാനീയമായിട്ട് ദൈവം യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മളുടെ മേൽ കണക്കിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധരാക്കിയിരിക്കണം. സ്ഥാനീയമായിട്ടുള്ള വിശുദ്ധിയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മാത്രമാണ്. സ്ഥാനീയമായിട്ട് അതങ്ങനെ തന്നെയാണ്. വിശുദ്ധിക്ക് വേറൊരു തലമുണ്ട്. ആ തലം അറിയപ്പെടുന്നത് പ്രായോഗിക വിശുദ്ധീകരണമെന്നാണ്. പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. നാം രക്ഷിക്കപ്പെടുന്ന സമയം ആരംഭിക്കുന്നതും നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടരുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണിത്, ഈ പ്രായോഗിക വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് നമ്മളീ പറയുന്നത്. നമ്മൾ വിശുദ്ധരാകണം, വിശുദ്ധ രീതിയിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ദൈവം വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. സ്ഥാനീയമായിട്ട് അവർ വിശുദ്ധർ തന്നെയാണ്. പക്ഷേ നമ്മളുടെ വിശുദ്ധിയെ തികയ്ക്കണം, വിശുദ്ധിയിൽ വളരണം. പ്രായോഗിക തലത്തിൽ നമ്മൾ വിശുദ്ധരാകണമെന്നുള്ള കാര്യം ദൈവം ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിനാദ്യം നമുക്കുണ്ടാകേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടുള്ളൊരാഗ്രഹം നമുക്ക് വേണം. പാപത്തോടുള്ള വെറുപ്പും വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ടുള്ളൊരാഗ്രഹവും വിശ്വാസിക്ക് ആവശ്യമാണ്. ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ആരും വിശുദ്ധിയെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒത്തിരി പറയുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിരിക്കുക, ആരും വിശുദ്ധിയിലേക്ക് അങ്ങനെ ഊർന്നു വീഴുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഊർന്ന് അറിയാതെ ഞാനിങ്ങനെ അറിയാണ്ടിരുന്നപ്പോൾ ഒരു നിമിഷം വിശുദ്ധിയിലേക്ക് ഞാൻ അങ്ങ് ഊർന്നു വീഴും. അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഭാഗത്തു നിന്ന് അതിനു വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ആഗ്രഹവും തീരുമാനവും പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രായോഗിക വിശുദ്ധീകരണം സാധ്യമാകുള്ളൂ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ സഭയിലൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എത്ര വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, 20 വർഷം കഴിഞ്ഞ്, 30 വർഷം കഴിഞ്ഞാലും ഈ വിശുദ്ധിയിൽ വളരുമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് വ്യക്തിയുടെ ഭാഗത്തൊരാഗ്രഹം വേണം, പാപത്തോടൊരു വെറുപ്പ് വേണം. ഒരു വിശ്വാസിക്ക് പാപത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പാപത്തെക്കുറിച്ചൊരു മൃദു സമീപനം പുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല. യഥാർത്ഥമായിട്ടുള്ള വീണ്ടും ജനനത്തിൻ്റെ ഒരു തെളിവ് തന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ശരിക്കും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല, പാപത്തോടുള്ള വെറുപ്പുണ്ടാകും.
യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, 1 യോഹന്നാൻ 3:9 പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, രക്ഷിക്കപ്പെട്ടവന് പാപം ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ പാപം ചെയ്യുന്നില്ലെന്ന് ചോദിക്കുക. ആ വാക്കിൻ്റെ, ആ പ്രസ്താവനയുടെ അതിൻ്റെ ഗ്രീക്ക് അർത്ഥത്തെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്, പാപത്തെ ഒരു ശീലമായിട്ട് കണ്ട് ജീവിക്കുവാനായിട്ട്, പാപത്തിൽ തുടരുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കില്ല. അബദ്ധത്തിൽ പാപമൊക്കെ വന്നു പോകുമായിരിക്കും, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. പാപം ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു കുറ്റബോധമില്ലാതെ അതൊരു വിഷയമല്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല, അല്ല ഇന്നത്തെ ലോകം അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് പാപത്തെ മൂടി വെക്കുവാനോ പാപത്തെക്കുറിച്ചൊരു മൃദു സമീപനം പുലർത്തുവാനോ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. പാപത്തെക്കുറിച്ചുള്ളൊരു വെറുപ്പ്, പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവനെപ്പോഴും ഉണ്ടാകും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞു, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീയതിനെ, മോശമായതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവാനായിട്ടാണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 97-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ. ദോഷത്തെ വെറുപ്പിൻ. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പാലിക്കും എന്ന് പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പാപത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയാണ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പാപത്തെയും ദൈവത്തെയും സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. പാപത്തോടുള്ള ഒരു വെറുപ്പ് നമുക്കുണ്ടാകും, വേണം. ഇന്ന് പാപത്തെ വളരെ ലാഘവമായിട്ട് എടുക്കുന്ന ഒരു തലമുറയുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ എല്ലാ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ നമ്മൾ കേട്ടു, ദുഷ്ടതയും അനീതിയും ഒക്കെ പെരുകിയൊരു കാലഘട്ടമാണ്. നമ്മൾ പറയും എല്ലാ കാലഘട്ടത്തിൻ്റെയൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിരുന്നാലും ധാർമ്മിക മേഖലയിൽ ലോകം വളരെ 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 പിന്നോട്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർണോൾഡ് ടോയമ്പയുടെ ആ പ്രസ്താവനയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതേക്കുറിച്ച് വേറൊരു ദൈവദാസൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ, ആർണോൾഡ് ടോയമ്പി പറഞ്ഞ പ്രസ്താവന ശരിയാണെങ്കിൽ, ഇന്ന് അമേരിക്കയും പാശ്ചാത്യ രാജ്യവും അതിൻ്റെ ആ വക്കിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഏത്? ധാർമ്മികമായ ജീർണതയിലൂടെയാണ് ഒരു സംസ്കാരം നശിച്ചു പോകുന്നത് എങ്കിൽ പാശ്ചാത്യ ലോകം അതിൻ്റെ വക്കിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എത്രമാത്രം സാങ്കേതിക രംഗത്തൊക്കെ വികസനം പ്രാവശ്യമെന്ന് പറയേണ്ട കാര്യമൊന്നുമല്ല പ്രിയമുള്ളവരെ. ധാർമ്മിക മേഖലയിലുള്ള അപജയം അത് നശിപ്പിക്കുന്ന കാര്യമാണ്. ഒരു വിശ്വാസി എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? ഒരു വിശ്വാസി പാപത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. C.H. സ്പർജൻ എന്ന് പറയുന്ന ദേവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി വീണ്ടും പാപത്തിലേക്ക് തിരിയുന്നത് കണ്ടിട്ട് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ സർപ്പദംശനമേറ്റിട്ട് രക്ഷപ്പെട്ട മനുഷ്യ, നീ വീണ്ടും സർപ്പത്തിൻ്റെ പോതിൽ കൈയിടുന്നുവോ എന്ന് ചോദിച്ചു. ഒരിക്കലേ പാമ്പ് കടി ഏറ്റിട്ട് മരിക്കാനായതായിരുന്നു, പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണ്. ആ പുള്ളി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കും, ഇതാണ് സർപ്പത്തിൻ്റെ പൊത്തിൽ കൈയിടാനായിട്ട് പോവുകയാണ്. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യ, നീ വീണ്ടും അതിൻ്റെ ഗുഹയിലേക്ക് നടന്നെടുക്കുന്നുവോ? തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട മനുഷ്യ, നീ വീണ്ടും തീയോട് കളിക്കുന്നുവോ? അദ്ദേഹം ചോദിച്ചതാണ്. എന്താ ഇത്? എന്താ വിശ്വാസി പാപത്തെ നിസ്സാരമായിട്ട് കാണുക? അതൊരു തീക്കളിയാണ്. വിശ്വാസി അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പാപത്തെ വെറുക്കണം. പാപത്തെ വെറുക്കുക മാത്രമല്ല, വിശുദ്ധിക്ക് വേണ്ടിയുള്ളൊരാഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ളൊരു വാഞ്ച, അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത് നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധി, പ്രായോഗിക തലത്തിലുള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിത വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ വിശുദ്ധിക്ക് പിന്നിലുള്ള ശക്തി കേന്ദ്രം, പവർ സോഴ്സ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ ശക്തി സ്രോതസ് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പറയണേ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇത് തമ്മിൽ ഭയങ്കര പോരാണ് കേട്ടോ.
ജഡത്തിൻ്റെ അഭിലാഷവും ആത്മാവിൻ്റെ അഭിലാഷവും തമ്മിൽ ഭയങ്കര പോരാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പിന്, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ജീവിതത്തിലേക്ക് അശുദ്ധി വരുന്ന, ഒരു വിശ്വാസിയെ അശുദ്ധനാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊരു മുഴുവൻ ലിസ്റ്റൊന്നുമല്ല, എങ്കിലും കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും വിഗ്രഹാരാധനയും ആഭിചാരവും പകയും പിണക്കവും അസൂയയും മദ്യപാനവും വെറുക്കൂത്തുമൊക്കെ വിശ്വാസിയെ മലിനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് ഭയങ്കര പോരാണ്. എന്താണ്? ജഡം പറയുകയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, എൻ്റെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് പറയുകയാണ് ഇതൊന്നും അല്ല. പരിശുദ്ധാത്മാവ് അതിനെതിരാണ്. എന്നിട്ട് എന്താണ്? ആത്മാവിന് ചെവി കൊടുക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് വിശ്വാസി തന്നെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. എന്താ ഇന്ദ്രിയജയം? ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. ഇന്ന് ആളുകൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ല. ഒത്തിരി ആളുകൾ അവർ പറയുന്ന സെൽഫിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അതാണ് തെറ്റായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി സാധ്യമാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ അത്ഭുതകരമായ രീതിയിൽ എന്തോ വന്ന് ചെയ്യുന്നു വിചാരിക്കേണ്ട കേട്ടോ. അതൊക്കെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒത്തിരി ക്രിസ്തീയ കൂട്ടങ്ങളിലൊക്കെ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നമുക്കറിയാലോ. വെറുതെ ചാടുകയും തുള്ളിയും ഒച്ചയൊക്കെ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അതൊക്കെ പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്ന പരിപാടി. അതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തന രീതികളുണ്ട്. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്, അവർ എൻ്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ പറഞ്ഞു. 40 ആണ്ട് എനിക്ക് ഈ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ പറഞ്ഞു. 40 വർഷം കൊണ്ട് നടന്നിട്ട് ദൈവത്തിൻ്റെ വഴികളൊന്നും അവർക്ക് മനസ്സിലായില്ല. ദൈവം പ്രവർത്തിക്കുന്ന ചില വഴികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട്, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒരു ശബ്ദത്തിൽ, മോനെ നീ ഇന്ന് വിശുദ്ധനായിട്ട് ജീവിക്കണം കേട്ടോ എന്നൊന്നും അല്ല പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ സാധാരണമായ ദൈവം വെച്ചിരിക്കുന്ന ചില രീതികളിലൂടെയാണ്, ക്രമീകരണങ്ങളിലൂടെയാണ് നമ്മളോട് ഇടപെടുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദൈവവചനത്തെ കൂടാതെയുള്ളൊരു പ്രവർത്തനമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഏറ്റവും ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം, ദൈവവചനമായ ബൈബിൾ വായിക്കുക, ബൈബിൾ ധ്യാനിക്കുക, ബൈബിൾ പഠിക്കുക, ദൈവം മനസ്സിലാക്കി തന്ന സത്യങ്ങളെ അനുസരിക്കുക. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. രക്ഷിക്കപ്പെട്ടിട്ട് ബൈബിൾ വായിക്കാത്ത ആളുകൾ എങ്ങനെയാണ് വിശുദ്ധിയിൽ വളരുന്നത്? അല്ലെങ്കിൽ ബൈബിൾ ഒരു ക്രമമായിട്ട് വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നില്ല. മനസ്സിലാക്കും. ബൈബിൾ വായിച്ചോ? ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് വായിക്കാറുണ്ട്. ഏത് പുസ്തകം വായിക്കുന്നത്? ഞാൻ സങ്കീർത്തനമാണ് വായിക്കുന്നത്, എനിക്കതാ ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. സങ്കീർത്തനം നല്ല പുസ്തകം, നമ്മളിപ്പോൾ എന്നും വായിക്കുന്നതല്ല, പക്ഷേ എന്നും സങ്കീർത്തന. ആ ലേഖനങ്ങളൊക്കെ അല്ല, ഞാൻ അങ്ങനെ അങ്ങ് വായിച്ചിട്ടൊന്നുമില്ല. സുവിശേഷങ്ങൾ അല്ല, ഞാൻ പണ്ടൊന്നും വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും ആകില്ലല്ലോ. ദൈവജനത്തിൻ്റെ വായന, സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവസഭ. ഒരു വിശ്വാസിക്ക് എവിടെ പോയാലും എവിടെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സഭ, ദൈവജനപ്രകാരമുള്ള നമ്മുടെ സഭയിലെ അംഗമായിരുന്നാലല്ലേ ആ കൂട്ടായ്മ സാധ്യമുള്ളൂ, വളർച്ച സാധ്യമാവുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മളുടെ മക്കളൊക്കെ എവിടെ പോയാലും, ജോലിക്ക് വേണ്ടിയിട്ടോ പഠനത്തിന് വേണ്ടിയിട്ടോ എവിടെ പോയാലും നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, സഭയുള്ളിടമാണോ, സഹവിശ്വാസികളുള്ളിടമാണോ, അവരവിടെ സുരക്ഷിതരായിരിക്കുമോ? നമ്മൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തോട്ടൊക്കെ പിള്ളേരെ പറഞ്ഞിട്ട് അവിടെ സഭയില്ല, വിശ്വാസികളില്ല, ഒന്നുമില്ല, എന്നിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അവനെ കാത്തുകൊള്ളണമേ. DL മൂഡിയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് എങ്ങനെ പറഞ്ഞാൽ, മിസ്റ്റർ മൂഡി, നിങ്ങൾ എൻ്റെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഇന്ന സ്ഥലത്ത് പോയിരിക്കണം, പക്ഷേ അവിടെ സഭയൊന്നും ഇല്ല, അതുകൊണ്ട് അവനെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മൂടി പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. അയ്യോ, അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ മകനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് കയറ്റിവിട്ടിട്ട് കർത്താവെ സിംഹം അവനെ തൊടാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടിയാണ്. ഞാനത് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ സൂക്ഷിക്കേണ്ടേ പ്രിയമുള്ളവരെ? നമ്മൾ സൂക്ഷിക്കേണ്ടേ?
കേവലം ജോലി മാത്രം മതിയോ? വലിയൊരു ശമ്പളം മാത്രം കിട്ടിയാൽ മതിയോ? നമ്മൾ ആത്മീയതയ്ക്ക്, നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൂട്ടായ്മ വേണം, സഭ വേണം, അവർ ദൈവവചനം വായിക്കണം, അവർ പഠിക്കുന്നവരായിരിക്കണം. അവർക്ക് അങ്ങനെയുള്ള അതാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ, ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണങ്ങളാണ് ഇതൊക്കെ. ചില ആളുകൾ സഭയിൽ പോവുകയില്ല, ഞായറാഴ്ച എങ്ങാനും വന്നിട്ടൊന്നൊരു അറ്റൻഡൻസ് കൊടുത്തിട്ട് പോകുന്ന രീതിയിൽ എങ്ങനെയാണ് വളരുക? ദൈവവചനം പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അപ്പം ചില ആളുകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വചനം കേൾക്കാൻ അവർക്ക് മനസ്സില്ല, അക്ഷമരാകുകയാണ്. അവർക്കത് കേൾക്കാനായിട്ട്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദൈവവചനത്തിൽ കേൾക്കാൻ താല്പര്യമില്ലായ്മ ഒരു അപകടകരമായ സൂചനയാണെന്നാണ് പറയുന്നത്, ദേവദാസന്മാരൊക്കെ പറയുന്നത്. അതൊരു അപകടകരമായ സൂചനയാണ്. ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, അത് പഠിക്കുവാൻ, മനസ്സിലാക്കാനായിട്ടുള്ള വലിയ താല്പര്യമാണ്. ചിലർക്ക് വചനം കേൾക്കാൻ താല്പര്യമില്ല, കേട്ടാലും വെറുതെ അവിടെ ഇരിക്കുകയുള്ളൂ. സഭായോഗത്തിനൊക്കെ വന്നിട്ട് പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെ വെറുതെ അലക്ഷ്യമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. മൊബൈലിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഏത് നേരമോ ഇങ്ങനെ മൊബൈലിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയെന്ന് ചോദിച്ചപ്പം പറയാണ്, അല്ല ഞാനതൊരു ഓൺലൈൻ കമൻട്രി ചെക്ക് ചെയ്യായിരുന്നു. സോരം പറഞ്ഞ കാര്യം, ഞാനൊരു ഓൺലൈൻ കമൻട്രി ശരിയാണോ നോക്കണമല്ലോ, പരിശോധിച്ച് നോക്കണം. വേറെ എന്തോ വാട്സാപ്പിൽ ചാറ്റിങ് വല്ലതും ആയിരുന്നായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ, താല്പര്യമില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറഞ്ഞു. ഈ അടുത്തിടെ മരിച്ച ജോൺ മക്കാദർ എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. എന്താണ് പറയുന്നത്? ഗോസ്പൽ ഹാർഡൻഡ് ഹാർട്ട്സ് എന്നൊരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു, ഒരു പ്രയോഗം. ഗോസ്പൽ ഹാർഡൻഡ് ഹാർട്ട്സ് എന്ന് പറഞ്ഞാൽ സുവിശേഷത്തോട്, ദൈവവചനത്തോട് പ്രതികരിക്കാൻ പറ്റാതെ വണ്ണം ഹൃദയം കഠിനപ്പെട്ടു പോയിരിക്കുകയാണ്. ദൈവവചനം കേൾക്കാൻ ഒരു താല്പര്യവുമില്ല, കേട്ടാലും ഒന്നും ബാധിക്കുന്നില്ല. അതങ്ങനെ എത്ര കാലമായി ഞാൻ കേൾക്കുന്നു. അവിടെ എങ്ങനെ ഇരുന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറഞ്ഞിട്ട് പ്രസംഗത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ട് എണീറ്റ് പോകുന്നു എന്നല്ലാണ്ട് ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. ഹൃദയം കഠിനമായിട്ട് പോയിരിക്കുകയാണ്. എങ്ങനെയാണ് രൂപാന്തരം വരിക പറയുള്ളവരെ? ദൈവത്തിൻ്റെ വചനം കൂടാതെ രൂപാന്തരമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൂടാതെ രൂപാന്തരമില്ല. അത് അത്ഭുതകരമായിട്ടൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഈ മക്കാദറിൻ്റെ തന്നെ വേറൊരു പ്രസ്താവന എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഓഫ് ഓർഡിനറി തിങ്സ്, സാധാരണ കാര്യങ്ങളുടെ ദൈവം. എന്നിട്ട് അദ്ദേഹം അതിനെ വലിയ എലാബറേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് പർവ്വതത്തിൽ നിന്ന് പുകയും ഇടിയും മിന്നലുമായിട്ടൊന്നും അല്ല എപ്പോഴും സംസാരിക്കുന്നത്. ദൈവം സാധാരണ രീതിയിലാണ് ആളുകളോട് ഇടപെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരണമെങ്കിൽ, വിശുദ്ധിയിൽ വളരണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന വളരെ സാധാരണമായിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ബൈബിളില്ലേ? ആ ബൈബിൾ വായിക്കാറുണ്ടോ? ക്വയറ്റ് ടൈം എടുക്കാറുണ്ടോ? ധ്യാനിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? സഭായോഗങ്ങൾക്ക് കൃത്യമായിട്ട് പങ്കെടുക്കാറുണ്ടോ? സഹവിശ്വാസികളുമായിട്ട് കൂട്ടായ്മ ആചരിക്കാറുണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പങ്കുവയ്ക്കാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് സമയമെടുക്കാറുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയം എത്രയാണ്? എത്ര സമയം നിങ്ങൾ മൊബൈലിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട്? എത്ര സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട്? അതൊക്കെയാണ് ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത്. സമയം ആകുന്ന, അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ വളരണമെങ്കിൽ നമുക്ക് വേർപാട് ആവശ്യമാണ്. എന്താണ് വേർപാട്? പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പാപകരമായ ലോക സ്വാധീനങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി വേർപാട് പുലർത്തുന്നില്ല എങ്കിൽ വിശ്വാസിക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധിയിൽ വളരുന്ന കാര്യം പോട്ടെ, വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വേർപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വേർപാട് സഭകൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്, വേർപാട് സഭകൾ. ഇന്ന് വേർപാടിനൊന്നും ഒരു പ്രാധാന്യമില്ല. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഞായറാഴ്ച സഭയിൽ വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ ലോകത്തിലല്ലേ, ലോകം വിട്ടു പോകേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ജീവിതത്തിൽ ഒരു വേർപാട് പുലർത്തുന്നില്ല. പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരു വേർപാട് പുലർത്തുന്നില്ല. ആരോടാണ് വേർപാട് പുലർത്തേണ്ടത്? അവിശ്വാസികളുമായിട്ട് നമുക്ക് സമ്പർക്കമൊക്കെ വേണ്ട, ലോകം വിട്ടു പോകാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്നലെ അവസരം പറഞ്ഞു, സൗഹൃദത്തിന് ചില പരിധികളൊക്കെ ഉണ്ട്, കൂട്ടുകെട്ടിന് ചില പരിധികളൊക്കെ ഉണ്ട്. ആരോടാണ് നമ്മൾ സൗഹൃദം സ്ഥാപിക്കുന്നത്? ആരോട് കൂടെയാണ് നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത്? അവിശ്വാസികളാണോ അതോ വിശ്വാസികളാണോ? എന്താണ് നമ്മൾ കാണുന്നത്? എന്താണ് നമ്മൾ കേൾക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണോ? ദൈവത്തിൻ്റെ സന്ദേശമാണോ?
അതോ ഏത് നേരം ഇങ്ങനെ യൂട്യൂബിൽ എടുത്തു വെച്ചിട്ട് കാണാണ്ടാത്ത, വിശ്വാസിക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ കാണുന്നത്? എങ്ങനെയാണ് വിശുദ്ധി സാധ്യമാവുന്നത് പ്രിയമുള്ളവർ? എങ്ങനെയാണ് വിശുദ്ധി സാധ്യമാവുന്നത്? അപ്പോൾ വേർപാട് എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കൊട്ടിയടച്ച് ഞാനിങ്ങനെ സന്യാസിയായിട്ട് പോകുന്ന അതല്ലല്ലോ. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ അതല്ലല്ലോ. വേർപാടിൻ്റെ ഏരിയകളുണ്ട്. നമ്മളെ മലിനപ്പെടുത്തുന്ന, നമ്മളെ പാപത്തിലേക്ക് വലിച്ചഴിക്കുന്ന, നമ്മളുടെ വിശുദ്ധിയെ ഖനിക്കുന്ന, നമ്മളുടെ ദൈവബന്ധത്തെ തെറ്റായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വേർപാട് പുലർത്തണം. വിശ്വാസികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും പൗലോസ് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളൊന്നും ഗുണമുള്ളതൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. സിനിമ കാണാമെന്ന് ചോദിച്ചാൽ നല്ല സിനിമയൊക്കെയാണെങ്കിൽ കാണാം, അതിനങ്ങനെ തെറ്റൊന്നും പറയാനായിട്ട് പറ്റില്ലായിരിക്കും. പക്ഷേ എല്ലാ സിനിമയാണ് കാണുന്നതെങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് വീഡിയോയാണ് കാണുന്നത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ്റർനെറ്റിൻ്റെയൊക്കെ അതിപ്രസരമുള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദേവദാസൻ പറഞ്ഞു, സിൻ ഈസ് അറ്റ് ദ ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞു. പാപം വിരൽ തുമ്പിൽ. അതാണ് ഇന്നത്തെ കാലം. ടെക്നോളജി എല്ലാം എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. ആരോ പറഞ്ഞു, പാപം ചെയ്യാനും ടെക്നോളജി കാര്യങ്ങളെ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ വേർപാട് പുലർത്തുന്നുണ്ടോ? വിവേചനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മളുടെ മനസാക്ഷിയുടെ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കുന്നുണ്ടോ? അതാവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ പറഞ്ഞു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇണയില്ലാ പിണ കൂടുന്നതിനെക്കുറിച്ച് അതിൻ്റെ മുകളിൽ പറയുന്നത്. എന്താണ് ഇണയില്ലാ പിണ? നിങ്ങൾ അവിശ്വാസികളുമായിട്ട് ഇണയില്ലാ പിണ കൂടരുതെന്ന് പറയും. ഇണയല്ല പിണ. എന്താത്? അപ്പോൾ ഈ പിണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിലൊക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ നുകത്തിന് കെട്ടിയില്ലേ, കാളയൊക്കെ 2 കാളയാണ് നുകത്തിന് കെട്ടിയിട്ട് ഉഴുതാനായിട്ട് കൊണ്ടുവന്നത്. അതാണ് പിണയ്ക്കുക എന്ന് പറയുന്നത്. നുകത്തിന് കെട്ടുക, അല്ലെങ്കിൽ ആ മൃഗത്തിനും പിണ എന്ന അർത്ഥമുണ്ട് എന്ന് ഞാൻ ഡിക്ഷണറി നോക്കിയപ്പോൾ കണ്ടു. ഇണ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെയുള്ള, യോജിക്കുന്ന, ചേരുന്ന എന്നാണ്. ഇണയല്ല പിണ എന്ന് പറഞ്ഞാൽ ചേരാത്ത, ചേർച്ചയില്ലാത്ത 2, ഒരു കാളയും ഒരു കുതിരയും കൂടെ നോത്തിന് കെട്ടിയാലോ ശരിയാവുമോ? അത് ഇണയില്ലാ പിണയാണ്. അൺഈക്വൽ യോക്കിങ്. ദൈവം പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. കുതിരയും കഴുതയും കൂടെ നിങ്ങൾ നോത്തി കെട്ടരുത്, അല്ലെ കാളയും കുതിരയും. കാരണം എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത ജീവികളാണ്. 2ൻ്റെയും ശക്തി വ്യത്യാസമാണ്, സ്പീഡ് വ്യത്യാസമാണ്, അതിൻ്റെ ആ സ്റ്റെപ്സിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പോകാൻ പറ്റില്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസി വേർപാട് പുലർത്തണം. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എല്ലാ മേഖലയിൽ നിന്ന് സഹകരിക്കാൻ സാധിക്കില്ല. ബിസിനസ്സിൽ സഹകരിക്കാൻ സാധിക്കില്ല. വിശ്വാസിക്ക് അവിശ്വാസിയെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല. അത് ഇണയില്ലാ പിണയാണ്. വിശുദ്ധിക്കും അശുദ്ധിക്കും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പലരും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ. എന്താ ചേർച്ച? എന്തുവല്ല ചേർച്ചയുണ്ടോ? ചേരിയല്ല. എന്നിട്ടാണ് പറയുന്നത്, എന്താ പറയുന്നത്? നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്ത്. ശക്തനായ കർത്താവിൻ്റെ കാര്യം. മനുഷ്യൻ അതിനെ എന്തെങ്കിലും ന്യായീകരിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് സർവശക്തിയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണേ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കുക. ദൈവത്തെ ഭയം വേണം, ഇല്ലാണ്ട് നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന്, പാപത്തിലേക്ക് സ്വാധീനിക്കാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് നാം നമ്മെ തന്നെ വേർപെടുത്തേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പഴയ നിയമത്തിലൊരു പ്രമാണം ദൈവം ചോദിക്കുന്നുണ്ട്. അശുദ്ധിയെ തൊട്ടാൽ അശുദ്ധമായത് വിശുദ്ധമായതിനെ തൊട്ടാൽ വിശുദ്ധമായത് അശുദ്ധമാകുമെന്ന് ചോദിച്ചു. പുരോഹിതന്മാർ പറഞ്ഞു അശുദ്ധമാകുമെന്ന് പറഞ്ഞു. വിശുദ്ധമായത് അശുദ്ധമായതിനെ തൊട്ടാൽ അശുദ്ധമായത് വിശുദ്ധമാകുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. നടക്കേലാന്നേ. വിശ്വാസിയെ തൊട്ടാൽ മിക്കവാറും സംഭവിക്കുന്ന വിശ്വാസി അശുദ്ധമായി പോവുക. അപ്പോൾ അവിശ്വാസിയെ തൊട്ടാൽ എന്ന് പറഞ്ഞാൽ പരിധി വിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്കോ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോയാൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ
വിശ്വാസിയുടെയും കൂടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതാണ് പ്രായോഗികമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ പറയട്ടെ, അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തില്ലേ ശരിയല്ല. എന്തിനാ വിശുദ്ധമായിട്ട് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നന്മ ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധി ജീവിതം നയിക്കുന്നതാണ് കേട്ടോ. ആളുകൾക്കൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം എന്തോ ഒരു മൂരാഴ്ചയായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, എൻജോയ്മെൻറ്റ്സ് എല്ലാം അങ്ങ് ദൈവം നീക്കുക എന്നൊക്കെ ചില യൂത്തൊക്കെ പറയുന്നത്. രക്ഷിക്കപ്പെടണം ആദ്യം കുറച്ച് ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടോളാം എന്നൊക്കെയാണ് പറയുന്നത്. അതല്ല കേട്ടോ. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും നന്മ. അവന് സന്തോഷവും സമാധാനവും ആരോഗ്യവും നല്ല കുടുംബ ബന്ധവും എല്ലാം ഉണ്ടാവും. അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ എന്നാന്നീ അറിയാമോ, സന്തോഷമില്ല, സമാധാനമില്ല, കുറ്റബോധമാണ്, തകർന്ന കുടുംബങ്ങൾ, തകർന്ന മക്കൾ, ജീവിതം പോയിരിക്കുന്നു, അപമാനം, ലജ്ജ, അതൊക്കെയാണ് അതിൻ്റെ അനന്തരഫലം. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാൻ പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാം. ഒരു വാക്യം വായിക്കട്ടെ. എബ്രായ ലേഖനകാരൻ പറഞ്ഞു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് ഏറ്റവും മഹത്വം ഉണ്ടാകുമാറാകട്ടെ.